Okay, so for this session, I'm discussing about some additional problems that we have not discussed in the at the time of class discussion for the module one. So for the module one, we already studied about different heat conduction equation through heat of plane and composite walls, hollow and composite cylinder, hollow and composite sphere, critical thickness of insulation, and etc. So So for the session in the class, I skipped some options that for problems, additional problems are so there are several types of problems are there in our module. അപ്പം എല്ലാം നമുക്ക് ക്ലാസ്സിൽ എടുക്കാൻ പറ്റുന്നതല്ല. സോ അഡീഷണൽ പ്രോബ്ലംസ് നമുക്ക് ചെയ്യേണ്ട പഠിച്ചതല്ലാതെ പുറത്തുനിന്ന് അഡീഷണൽ ആയിട്ട് വരുന്ന അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോബ്ലംസ് എന്തൊക്കെയാണ് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് ഞാൻ ഈ സെഷനിലൂടെ പറയാൻ പോകുന്നത്. റൈറ്റ്, ഫോർ മോഡ്യൂൾ വൺ ഓരോ സെഷനിലും ഈ രണ്ട് പ്രോബ്ലം ഡിഫറെൻ്റ് ആയിട്ട് വരുന്ന ചോദിക്കാൻ സാധ്യതയുള്ളത് ടെക്സ്റ്റ് ബുക്കിൽ ഡിഫറെൻ്റ് ആയി കാണുന്ന രണ്ട് പ്രോബ്ലംസാണ് അഡീഷണൽ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യുന്നത്. സോ let us make an idea about how can we solve the such problems. So first one is for heat conduction through composite wall. Composite wall condition വരുന്ന പ്രോബ്ലം ആണ് ഇത്. So please note down the problem in notebook also. So here the question is to say that find the steady state heat flux through a composite slab as shown in figure 2.22 and the interface temperature. To find the steady state heat flux Q value and interface temperature, the thermoconductivity of the two materials vary with the temperature as given below. So thermoconductivity is not constant. K ഒരു വാല്യൂ ഇല്ല അല്ലേ. കെയുടെ വാല്യൂ എന്ത് ചെയ്യുന്നത് വേരി ചെയ്യുന്നു എന്നാണ് പറയുന്നത്. സോ വേരി ചെയ്യുന്ന കണ്ടീഷനിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. വേരി ചെയ്യുന്ന കണ്ടീഷനിൽ സോ കെ ഈസ് ഗിവൺ ആസ് കെ നോട്ട് ഇൻറ്റു 1 പ്ലസ് ആൽഫ ടി. ഈ ഒരു ഇക്വേഷൻ്റെ ഒരു റേഞ്ചിലായിരിക്കും കെൻ്റെ വാല്യൂ മാറിക്കൊണ്ടിരിക്കുക. ഈ ക്വസ്റ്റ്യൻ അർത്ഥം എന്താണെന്ന് വെച്ചാൽ വി ഹാവ് പ്ലെയിനും എ വാൾ. നമുക്ക് സാധാരണ പഠിച്ച കേസിൽ കെക്ക് ഒരു വാല്യൂ ഉണ്ടാവും. സോ ഇവിടെ കെ എന്ന് പറയുന്നത് ഒരു ഇക്വേഷൻ ആയിട്ട് വന്നിരിക്കുന്നത് വിച്ച് മീൻസ് ദാറ്റ് കെ ഈസ് വേരിയിങ് ഇൻസൈഡ് ദി മെറ്റീരിയൽ. അതായത് ഓരോ പോയിന്റിലും ഓരോ കെൻ്റെ വാല്യൂ വാല്യൂ വേരി ചെയ്തുകൊണ്ടിരിക്കും റെസ്പെക്ട് ടു ടെമ്പറേച്ചർ. സോ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ ഏത് കെ വാല്യൂ എടുക്കും? ആ ഇക്വേഷൻ അങ്ങ് എടുക്കാൻ പറ്റില്ലല്ലോ. സോ വിച്ച് വാല്യൂ വി വിൽ ടേക്ക്? സോ ഇവിടെ വേരിയിങ് തെർമോകണ്ടക്റ്റിവിറ്റിയുള്ള കേസിൽ വി ആർ ടേക്കിംഗ് ദി മീൻ വാല്യൂ ഓഫ് കെ എം എന്നുള്ള ഈ ഒരുപാട് തെർമോകണ്ടക്റ്റിവിറ്റി മെറ്റീരിയൽ അതിന്റെ മീൻ വാല്യൂ ആണ് കെ എം ആണ് എടുക്കുന്നത്. റൈറ്റ്, കെ എം ഈസ് ടേക്കിംഗ്. സോ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് കെ എം എന്താണ്? കെ എമ്മിന്റെ വാല്യൂ ആണെങ്കിൽ കെക്ക് ഈ ഇക്വേഷനിൽ കെക്ക് കെ എം കൊടുക്കുക, ടിക്ക് ടി എം കൊടുക്കുക. നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് പ്രോബ്ലംസ്. റൈറ്റ്, സോ കെക്ക് കെ വി വിൽ give k to k m and t to tm. So the equation became km equal to k naught in 1 plus alpha t into t. അപ്പം ഇതാണ് ഓരോ വാല്യൂവും കെ എക്ക് ഒരു വേരിയബിൾ ഇക്വേഷൻ വെച്ചിട്ടുണ്ട്. കെ എൻ്റെ വാല്യൂ കെ ബിക്കും ഉണ്ട്. രണ്ട് മെറ്റീരിയലിലും കെ എൻ്റെ വാല്യൂ വേരിയബിൾ ആണ്. സോ ദി ഇക്വേഷൻ ഈസ് കെ എ ഫസ്റ്റ് ഫോർ കെ എ ഈക്വൽ ടു 0.05 ഇൻറ്റു 1 പ്ലസ് 0.0065 ഇൻറ്റു ടി. ഇവിടെ 0.05 ആണ് കെ നോട്ട്, 0.0065 ആണ് ആൽഫ. ഈ ഇക്വേഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. റൈറ്റ്, അപ്പോൾ ടി ഉണ്ട്. ഇവിടെ നമ്മൾ കെ എം ആക്കിയപ്പോൾ എന്ത് ചെയ്തു? ടി എം ആയി മാറി അല്ലേ. ടി എം, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ടി എം? ടി എം എന്ന് പറഞ്ഞാൽ മീൻ വാല്യൂ. കെ എം മീൻ നമുക്ക് കണിച്ചിട്ടാകുമ്പോൾ ടി എം എന്തായാലും മീൻ ടെമ്പറേച്ചർ ആവും അല്ലേ. ദാറ്റ് ഈസ് ടി എം ഈക്വൽ ടു T1 പ്ലസ് T2 ഡിവൈഡ് ബൈ 2 മീൻ വാല്യൂ. റൈറ്റ്, ഫോർ എയുടെ കണ്ടീഷൻ എടുക്കുമ്പോൾ T1 പ്ലസ് T2. ഇവിടെ T1 ആണ്, ഇവിടെ T2 ആണ്, ഇവിടെ 30 ആണ് അല്ലേ ടെമ്പറേച്ചർ. ഫോർ ഫസ്റ്റ് കേസ് എടുക്കുമ്പോൾ ടി എം ഈക്വൽ T1 പ്ലസ് T2 ഡിവൈഡ് ബൈ 2. സെക്കൻഡ് കേസ് എടുക്കുമ്പോൾ T2 പ്ലസ് T3 ഡിവൈഡ് ബൈ 2. സെക്കൻഡ് കേസിലും T1 പ്ലസ് T2 ഡിവൈഡ് ബൈ 2 അല്ല. സെക്കൻഡ് കേസ് എടുക്കുമ്പോൾ അതിന്റെ വാൾ ടെമ്പറേച്ചർ ഡിവൈഡ് ബൈ 2 ആണ്. സോ ഹിയർ T2 പ്ലസ് T3 ഡിവൈഡ് ബൈ 2 ആണ് സെക്കൻഡ് കേസിൽ. KMB. സോ വി ക്യാൻ ഫൈൻഡ് KM and KB രണ്ടും കാണാൻ പറ്റും. സോ ഇക്വേഷൻ ഈസ് KM ഈക്വൽ ടു K നോട്ടിന് 1 പ്ലസ് ആൽഫ ടി. അപ്പോൾ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ആ ഒരു ഇക്വേഷൻ ആയിരിക്കും തന്നിട്ടുണ്ടാവുക വേരിയബിൾ വേണ്ടി. അപ്പോൾ ഇതിൽ K നോട്ട് ഉണ്ടാവും, 1 പ്ലസ് ആൽഫ ഉണ്ടാവും, ടി ഉണ്ടാവും. ടി എം ആക്കിയിട്ട് കിടക്കുക, അതിൻ്റെ KMന്റെ വാല്യൂ കാണാം. സോ ആ KMന്റെ വാല്യൂ നമ്മുടെ ഇക്വേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. റൈറ്റ്, സോ ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ദ വാല്യൂ ഓഫ് ഹീറ്റ് ഫ്ലക്സ് ആൻഡ് ഇന്റർഫേസ് ടെമ്പറേച്ചർ. ഹീറ്റ് ഫ്ലക്സ് ക്യൂവും കാണും, ഇന്റർഫേസ് ടെമ്പറേച്ചർ ആയിട്ടുള്ള T2 ആണ് കാണേണ്ടത് അല്ലേ. ഇവിടെ T2 ആണ് ഇന്റർഫേസ് ടെമ്പറേച്ചർ. ഹിയർ T2 ആണ് കാണേണ്ടത്. So we can write the given value as T1 equal to 600. From the figure, T1 equal to 600 degrees Celsius, T2 is unknown, T3 is equal to 300 degrees Celsius, LA equal to 50 is given, LB equal to 100 it is also given.
സോ ദ വാല്യൂ ഓഫ് കെ എം എ ഈക്വൽ ടു കെ എം എ കാണാം, കെ എം ബിയും കാണാം. കെ എം ഈക്വൽ ടു കെ നോട്ട് എ ഇൻറ്റു 1 പ്ലസ് ആൽഫ എ ഇൻറ്റു മീൻ ടെമ്പറേച്ചർ T1 പ്ലസ് T2/V2. അപ്പോൾ T2 ഈസ് അൺനോൺ, റൈറ്റ്? T2 അൺനോൺ ആണ്. സെക്കൻഡ് കേസിൽ എടുക്കുമ്പോൾ അവിടെയും T2 വരും, അതും അൺനോൺ ആണ്. കെ എം ബി ഈക്വൽ ടു 1 പ്ലസ് ആൽഫ ബി, അതും അൺനോൺ ആണ്. സോ രണ്ട് ഇക്വേഷൻ കെ എം കെ ബിക്ക് ഇക്വേഷൻ കിട്ടി. സോ ദി ഇക്വേഷൻ ഇസ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് ക്യൂ ആണ് അല്ലേ? ക്യൂ നമുക്കറിയാം. ഇവിടെ ക്യൂ either ഈക്വൽ ടു ക്യൂ എ ഈക്വൽ ടു ക്യൂ ബി ഒക്കെ നമുക്കറിയാം. നമ്മൾ എടുക്കുന്നത് ഇന്റർഫേസ് ടെമ്പറേച്ചർ കാണാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ എടുക്കുന്നത് അല്ലേ? ഇന്റർഫേസ് ടെമ്പറേച്ചർ ആണെങ്കിൽ നമുക്ക് ഇത് ഏതെങ്കിലും ഒന്ന് ഇക്വേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ക്യൂ എ കാണണമെങ്കിൽ എന്ത് വേണം? കെ എം എ വേണം. ക്യൂ ബി കാണണമെങ്കിൽ കെ എം ബി വേണം. ആ ഇക്വേഷനിൽ കെ എം എ കെ എം ബിയും വേണമല്ലേ? പക്ഷെ കെ എം എ കാണണമെങ്കിൽ T2 കാണണം, കെ എം ബി കാണണമെങ്കിൽ T2 കാണണം. സോ ഫസ്റ്റ് യു വാണ്ട് ടു ഫൈൻഡ് ഇന്റർഫേസ് ടെമ്പറേച്ചർ. കെ എം എയും കെ എം ബിയും അതിൽ നമ്മൾ കാണേണ്ടത് T2 വാല്യൂ ആണ്. സോ നമ്മൾ ഈ ഇക്വേഷൻ തന്നെ യൂസ് ചെയ്യുന്നത്, ക്യൂ ഈക്വൽ ടു ക്യൂ എ ഈക്വൽ ടു ക്യൂ ബി. ദാറ്റ് ഈസ് നമ്മുടെ സാധാരണ ഇന്റർഫേസ് ടെമ്പറേച്ചർ കാണാൻ ഉപയോഗിക്കുന്ന ഇക്വേഷൻസ്. ദാറ്റ് ഈസ് ക്യൂ ഈക്വൽ ടു റെസ്പെക്ട് ടു എ ആണ്. പെർ ഏരിയ ആകുമ്പോൾ എ അടിയിലേക്ക് കൊണ്ടുപോയപ്പോൾ നമുക്ക് കിട്ടുന്ന ക്യൂ ഈക്വൽ ടു ഫസ്റ്റ് കേസ്, ഇവിടെ കേസ് കണ്ടക്ഷൻ T1 മൈനസ് T2 ഡിവൈഡ് ബൈ LA ബൈ KMA ഈക്വൽ ടു സെക്കൻഡ് മെറ്റീരിയൽ ഈക്വൽ ടു T2 മൈനസ് T2 ഡിവൈഡ് ബൈ LB ബൈ KMB. ക്യൂ ഈക്വൽ ഡെൽറ്റ T ബൈ R എന്നുള്ള ഇക്വേഷൻ KMB. സോ വി ക്യാൻ ഇക്വേറ്റ് ദി നമുക്ക് അത് കിട്ടുന്ന വാല്യൂ KMAക്കും KMBക്കും ഇക്വേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. LAൻ്റെ വാല്യൂം LBൻ്റെ വാല്യൂം T1 ആൻഡ് T3 വാല്യൂ അറിയാം. സോ വി ക്യാൻ റൈറ്റ് ദ ഇക്വേഷൻ ലൈക്ക് ദിസ്. ആ വാല്യൂ അങ്ങനെ എടുത്ത് എഴുതാം. സോ ദ അൺനോൺ വാല്യൂ വിൽ ബി T2. ബാക്കി ഇക്വേഷനൊക്കെ ഇക്വേഷൻ അറിയുന്ന പോലെ കൊടുക്കാം. T1 അറിയാം, റൈറ്റ്? T1 കൊടുക്കാം. T1ൻ്റെ വാല്യൂം LAൻ്റെ വാല്യൂ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഇക്വേഷൻ കിട്ടും. ഇക്വേറ്റ് ചെയ്യുമ്പോൾ Q2 Q3 ഇക്വേറ്റ് ചെയ്യുമ്പോൾ അത് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അൺനോൺ വാല്യൂ, ഇത് ഓൺലി അൺനോൺ വാല്യൂ ഹിയർ ഇറ്റ് ഈസ് T2 ആയിരിക്കും. അത് സോൾവ് ചെയ്ത് വരുമ്പോൾ ഇറ്റ് വിൽ ഗെറ്റ് എ ക്വാഡ്രറ്റിക് ഇക്വേഷൻ ലൈക്ക് ദിസ്. ഒരു ക്വാഡ്രറ്റിക് ഇക്വേഷൻ ആയിട്ടേക്കും കിട്ടുക. സോ we can apply the equation minus b plus or minus root b square minus 4ac divided by 2a. ഇങ്ങനെ ഇക്വേഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് T2ൻ്റെ വാല്യൂ കിട്ടും. T2ൻ്റെ വാല്യൂ KMAയിലോ KMBയിലോ കൊടുത്തു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു വാല്യൂവിൽ കൊടുത്തു കഴിഞ്ഞാൽ KMAയോ KMBയോ കിട്ടും, റൈറ്റ്? KMA or KMB വിൽ ബി ഗെറ്റ്, ഏതെങ്കിലും ഒന്ന് കിട്ടും. ഇവിടെ കണ്ടിരിക്കുന്ന KMA ആണ്. സാർ നമുക്ക് കാണേണ്ടത് ക്യൂ ആണല്ലേ? ക്യൂ ഒന്നെങ്കിൽ ക്യൂവിൻ്റെ ഇത് എ പാർട്ട് വെച്ചിട്ട് കാണാം, ഈക്വൽ ടു ക്യൂവിൻ്റെ ബി പാർട്ട് വെച്ചിട്ടും കാണാം. അപ്പോൾ KMAയോ KMBയോ കിട്ടിയാൽ മതി. സോ ഹിയർ യു ആർ ഫൈൻഡിങ് KMA. T കിട്ടിക്കഴിഞ്ഞാൽ KMA കാണുന്നു, T2 കിട്ടിക്കഴിഞ്ഞാൽ KMA കാണുന്നു. KMA കിട്ടിക്കഴിഞ്ഞാൽ റേറ്റ് ഓഫ് ഹീറ്റ് പെർ മീറ്റർ സ്ക്വയർ ക്യൂ ബൈ എ, അല്ലെങ്കിൽ സ്മോൾ ക്യൂ എന്ന് പറയുന്നത് T1 T2 ബൈ LA ബൈ KMA. ഇനി ബിൻ്റെ ഏതെങ്കിലും ഒന്ന് കണ്ടാൽ മതി. ഇപ്പോൾ KMA കണ്ടുപിടിച്ചുകൊണ്ട് KMAൻ്റെ ഇക്വേഷൻ വെച്ചിട്ട് റേറ്റ് ഓഫ് ഹീറ്റ് ക്യൂ ആണ്. സോ ദിസ് ഇസ് ദ വേ ടു ഫൈൻഡ് ഔട്ട് the value of Q transfer or interface temperature if whether the value of thermal conductivity is given as varying thermal conductivity. Varying ആണെന്ന് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഇക്വേഷൻ ഇങ്ങനെ കാണാം. ഏത് KM ആദ്യം കാണണം. വേരിയിങ് ആണെങ്കിൽ KM കാണണം. KM ആണെങ്കിൽ KM ഇക്വേഷൻ കൊടുത്തിട്ട് Tക്ക് TM കൊടുക്കുക. ഫസ്റ്റ് പാർട്ടാണെങ്കിൽ T1 പ്ലസ് T2 ഡിവൈഡ് ബൈ 2 ആയിരിക്കും. സെക്കൻഡ് പാർട്ടാണെങ്കിൽ T2 പ്ലസ് T3 ഡിവൈഡ് ബൈ 2 ആയിരിക്കും TMൻ്റെ വാല്യൂ. ലൈക്ക് ദാറ്റ് വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദി. അധികം ഇങ്ങനത്തെ കേസ് വന്നാൽ T2 കാണാൻ നമുക്ക് അധികം ഇതുപോലെ ക്വാഡ്രറ്റിക് ഇക്വേഷൻ ഉപയോഗിക്കേണ്ടി വരുന്നുണ്ട്. 2-3 പ്രോബ്ലം ഇതുപോലെ ക്വാഡ്രറ്റിക് ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ ഇത് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കി വെക്കാം, റൈറ്റ്? സെക്കൻഡ് കേസ് ഈസ് ദിസ്. സെക്കൻഡ് കേസാണിത്. ഒരു സെക്കൻഡ് ടൈപ്പ് ഓഫ് പ്രോബ്ലം വേർ the value of universal heat transfer coefficient is used. Universal heat transfer coefficient നമ്മൾ എന്താ പഠിച്ചത്? U ആണ് പഠിച്ചത് അല്ലേ? യൂണിവേഴ്സൽ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ് നമ്മുടെ HIയും HBയും HF ഒക്കെ പഠിച്ചിട്ടുണ്ട്. സോ യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ് നമ്മൾ പഠിച്ചിരിക്കുന്നത് U ആണ്, ക്യാപിറ്റൽ U. സോ ക്യാപിറ്റൽ U അപ്ലൈ ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ് ഇത്. എ കോൾഡ് സ്റ്റോറേജ് റൂം ഹാസ് വാൾ മെയ്ഡ് അപ്പ് ഓഫ് 220 mm ഓഫ് ബ്രിക്ക് ഓൺ ഔട്ട്സൈഡ്. 220 mm ഓഫ് ബ്രിക്ക് ഓൺ ഔട്ട്സൈഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഇൻസൈഡ് അല്ല. നമ്മൾ സാധാരണ എഴുതുമ്പോൾ ഫസ്റ്റ് പറഞ്ഞ കാര്യങ്ങൾ ആദ്യം എഴുതി ഇൻസൈഡ്, അതിന് പുറത്ത്, അതിൻ്റെ പുറത്ത് അങ്ങനെ എഴുതുന്നത്. സോ ഇതിൽ പറഞ്ഞിരിക്കുന്നതിന് ബ്രിക്ക് ആസ് ഔട്ട്സൈഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ബ്രിക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഔട്ട്സൈഡ് ആണ്, റൈറ്റ്? 20 mm ഓഫ് പ്ലാസ്റ്റിക് ഫോം, 20 mm ഓഫ് പ്ലാസ്റ്റിക് ഫോം ആൻഡ് ഫൈനലി 60 mm ഓഫ് വൂൾ ആസ് ഇൻസൈഡ്. വുഡ് ഇൻസൈഡ് ആണ്, റൈറ്റ്? അപ്പോൾ ഇൻസൈഡ് ആണ്, പുറത്ത്, റൈറ്റ്? LA അറിയാം, LB അറിയാം, LC എന്ന് പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യൻ. ദ ഔട്ട്സൈഡ് ആൻഡ് ഇൻസൈഡ് ടെമ്പറേച്ചർ ഓഫ് ഔട്ട്സൈഡ് ആൻഡ് ഇൻസൈഡ് എയർ ടെമ്പറേച്ചർ ആർ 25. ഇപ്പോൾ കണ്ടക്ഷൻ ആണ് പുറത്ത് നടക്കുന്നത് നോക്കാം. ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ഓഫ് ടെമ്പറേച്ചർ ഓഫ് മെറ്റീരിയൽ അല്ല, ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ടെമ്പറേച്ചർ ഓഫ് എയർ ആണ് വന്നിരിക്കുന്നത്. സോ എക്സ്ട്രാ ഒരു ലെയർ എക്സ്ട്രാ ആഡ് ചെയ്യുക, ലെയർ കൺവെക്ഷൻ നടക്കുന്നത്. അപ്പോൾ എയർ
ഔട്ട്സൈഡ് ആൻഡ് ഇൻസൈഡ്. അപ്പോൾ ബ്രിക്കിൻ്റെ സൈഡാണ് ഔട്ട്സൈഡ് വരുന്നത്. ഔട്ട്സൈഡ് 25 ഡിഗ്രി സെൽഷ്യസ്, ഇൻസൈഡ് -3, റൈറ്റ്. ആൻഡ് ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ഹീറ്റ് ട്രാൻസ്ഫർ കോഫിഷ്യന്റ്, അതൊക്കെ ഉൾട്ടായിട്ട് വന്നിരിക്കുന്നത്, മനസ്സിലാക്കുക എങ്ങനെ വന്നിരിക്കുന്നത്. സോ ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ഹീറ്റ് ട്രാൻസ്ഫർ കോഫിഷ്യന്റ് ആർ റെസ്പെക്റ്റീവ്ലി 30. ഇപ്പോൾ ഇൻസൈഡ് 30, ഔട്ട്സൈഡ് വരുന്നത് 11. ഇൻസൈഡ് 30, ഔട്ട്സൈഡ് 11. ആൻഡ് ദ തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് ബ്രിക്ക്, ഫോം ആൻഡ് വുഡ് ആർ KA, KB, KC വന്നിട്ടുള്ളത് 0.01, 0.99, 0.022, 0.17, റൈറ്റ്. ക്വസ്റ്റ്യൻ കാണാൻ വന്നിരിക്കുന്നത് ഫിഗർ ഇങ്ങനെ വരക്കുക. ഫിഗർ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവില്ല കേട്ടോ, ഫിഗർ അധികം ക്വസ്റ്റ്യൻ തരാൻ സാധ്യതയില്ല. ഫിഗർ നിങ്ങൾ ഉപയോഗിച്ച് വരക്കണം. ഇങ്ങനെ വരക്കുന്നതെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ വരക്കുക. എക്സ്ട്രാ പുറത്ത് ഒരു കൺവെക്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ HIൻ്റെ വാല്യൂ, HVൻ്റെ വാല്യൂ, HF, HC ഒക്കെ തന്നിട്ടുണ്ടാവും. കാണുന്നത് റേറ്റ് ഓഫ് ഹീറ്റ് റിമൂവൽ ബൈ റെഫ്രിജറേഷൻ ഇഫ് ദ ടോട്ടൽ വാൾ ഏരിയ ഈസ് 85. ഹീറ്റ് റിമൂവൽ Q വാല്യൂ ഇഫ് ദ ഏരിയ ഈക്വൽ 85, റൈറ്റ്. സെക്കൻഡ്, ടെമ്പറേച്ചർ ഓഫ് ഇൻസൈഡ് ഓഫ് സർഫസ് ഓഫ് ബ്രിക്ക്. ഇൻസൈഡ് ടെമ്പറേച്ചർ, ബ്രിക്കാണിത്, ബ്രിക്ക് ഔട്ട്സൈഡ് ആണ് വരുന്നത് പറഞ്ഞു. അപ്പോൾ ഇത് ഔട്ട്സൈഡ് ഭാഗമാണിത്. അപ്പോൾ ഇൻസൈഡ് ഭാഗമാണിത്. അപ്പോൾ T1, T2, T3, T4 എന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ T2 ആണ് കാണേണ്ടത്, ഇൻസൈഡ് ഓഫ് ബ്രിക്ക്. അപ്പോൾ T2 കാണണം, Q വാല്യൂ കാണണം. സോ ഗിവൺ വാല്യൂ എഴുതി വെക്കാം. തിക്നെസ് ഓഫ് ബ്രിക്ക് വാൾ LA, തിക്നെസ് ഓഫ് പ്ലാറ്റ്ഫോം LB, LC തന്നിട്ടുണ്ട്. ആൻഡ് ടെമ്പറേച്ചർ ഓഫ് ഹോട്ട് ഫ്ലൂയിഡ് THF വന്നിട്ടുണ്ട്. ടെമ്പറേച്ചർ ഓഫ് കോൾഡ് ഫ്ലൂയിഡ് TCF വന്നിട്ടുണ്ട്. ഹോട്ട് ഫ്ലൂയിഡ് എയർ ഓഫ് HCF വന്നിട്ടുണ്ട്. കോൾഡ് ഫ്ലൂയിഡ് HCF വന്നിട്ടുണ്ട്. ബ്രിക്കിൻ്റെയും ഫോമിൻ്റെയും വുഡിൻ്റെയും KA വാല്യൂ KB, KC തന്നിട്ടുണ്ട്. ടോട്ടൽ വാൾ ഏരിയ തന്നിട്ടുണ്ട്, റൈറ്റ്. സോ ജസ്റ്റ് ഫൈൻഡ് ഹീറ്റ് ട്രാൻസ്ഫർ. അപ്പോൾ കൺവെക്ഷനല്ലേ നടക്കുന്നത്. അപ്പോൾ THF ടു TCF, അപ്പോൾ എയറിൽ നിന്ന് എയറിലേക്കാണ് ട്രാൻസ്ഫർ നടക്കുന്നത്. നടുക്കൊരു മെറ്റീരിയൽ മീഡിയം വരുന്നുണ്ടെന്ന് മാത്രം, അല്ലേ. അപ്പോൾ അങ്ങനെ കൺവെക്ഷൻ നടക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഇക്വേഷനാണ് അല്ലെങ്കിൽ ടേമാണ് ഈ ട്രാൻസ്ഫർ യൂണിവേഴ്സൽ ഹീറ്റ് ട്രാൻസ്ഫർ U എന്ന് പറയുന്നത്. അത് ഉപയോഗിച്ചിട്ട് നമുക്ക് Qൻ്റെ വാല്യൂ ചെയ്ത് എങ്ങനെ, Q = UA ΔT, UA ΔT, അല്ലെങ്കിൽ UA ΔT എന്താണ്, THF - TCF, UA ΔT. ഏരിയ നമുക്ക് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ U കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ Qൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. കൺവെക്ഷൻ്റെ കേസിൽ നമ്മൾ കൂടുതലായിട്ട് അപ്ലൈ ചെയ്യുന്നത് Q = UA ΔT എന്ന് പറയുന്നത് കൺവെക്ഷനിൽ ഉപയോഗിക്കുന്നത്. Q = UA ΔT. ΔT എന്ന് പറഞ്ഞാൽ കൺവെക്ഷൻ നടക്കുന്ന പ്രോസസ്സാണ്. THF and TCF, ഇൻസൈഡ് ഔട്ട്സൈഡ് ആൻഡ് ഔട്ട്സൈഡ് ഇൻസൈഡ്, ഏതായാലും ഏറ്റവും കൂടുതലുമായി സെറ്റ് ചേർത്ത് ചെയ്താൽ മതി. UA തന്നിട്ടുണ്ട്. അപ്പോൾ U കാണണം, അല്ലേ. വാട്ട് ഈസ് U? യൂണിവേഴ്സൽ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ് U. ഹൗ ക്യാൻ യു ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് U? യുവിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണ്. ദാറ്റ് ഈസ് 1/U = അത്ര കണ്ടീഷൻ ഉണ്ട്. ഫസ്റ്റ് ഇവിടെ കൺവെക്ഷൻ നടക്കുന്നുണ്ട്, പിന്നെ ഇവിടെ കണ്ടക്ഷൻ അഗൈൻ കൺവെക്ഷൻ. ഇതിനെല്ലാം R വാല്യൂ അറിയാലോ, RTH വാല്യൂ, ΔT/R RTH വാല്യൂ നമുക്കറിയാം, ആൾറെഡി അറിയാം, കണ്ടക്ഷൻ്റെയും കൺവെക്ഷൻ്റെയും. അപ്പോൾ RTH വാല്യൂവിൽ ഏരിയൻ്റെ ടേം ഒഴിവാക്കിയാൽ വരുന്ന ടേമാണ് നമ്മൾ ഡീൽ ചെയ്തത്. 1/= ഏരിയ ടേം ഒഴിവാക്കി കഴിഞ്ഞാൽ, അതായത് ഫസ്റ്റ് ടേം കൺവെക്ഷനാണ്, അതിൽ വെക്കേണ്ട 1/HF ഹോട്ട് ഫ്ലൂയിഡ്. ഇവിടെ HHFൻ്റെ A എന്നല്ല, ഏരിയ ഒഴിവാക്കി, പ്ലസ് LA/KA ഫോർ ഫസ്റ്റ് വൺ, അതിൽ A ഒഴിവാക്കി, KA × A എന്നുണ്ടാവും, പ്ലസ് LB/B, LB/KB, പ്ലസ് LC/KC. ലാസ്റ്റ് വൺ അവിടെ കൺവെക്ഷനാണ്, 1/H × A ആണ്, A ഒഴിവാക്കിയാൽ 1/H × കോൾഡ് ഫ്ലൂയിഡ്. ദിസ് ഇസ് 1/U വാല്യൂ. എല്ലാ RTH വാല്യൂവിൻ്റെയും ഏരിയ ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി വരുന്ന ടേം അതാണ് 1/1 അല്ല, ആ ടേമാണ് അഡീഷനായിട്ട് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് 1/U ആണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്രോക്കൽ കണ്ടുപിടിച്ച് കഴിഞ്ഞാലാണ് ആൻസർ. ഈ ഉത്തരം കണ്ടുപിടിക്കുക, റെസിപ്രോക്കൽ എടുക്കുക. അല്ലെങ്കിൽ ഇവിടെ തന്നെ നമുക്ക് U = 1/ഹോൾ ടേം എഴുതാം, റൈറ്റ്. U = 1/ഹോൾ ടേം. അതാണ് യുവിൻ്റെ വാല്യൂ, യൂണിവേഴ്സൽ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ്. അതിലെൻ്റെയും RTHൻ്റെ വാല്യൂ ആഡ് ചെയ്ത് ഏരിയ ഒഴിവാക്കിയിട്ട് ഇതിൻ്റെ റെസിപ്രോക്കൽ എടുക്കും. അപ്പോൾ അങ്ങനെ U വാല്യൂ കിട്ടും. ഹിയർ അങ്ങനെ കണ്ടുപിടിച്ചിരിക്കുകയാണ് ഇവിടെ. ഇക്വേഷൻ ഈസ് റിട്ടൺ ഹിയർ ആൻഡ് U വാല്യൂ ഈസ് ഗോട്ട് ഹിയർ, റൈറ്റ്. U വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻ അപ്ലൈ ചെയ്യാം. Q = UA × THF - TCF. അപ്പോൾ Q വാല്യൂ കിട്ടി. സോ ദെയർആഫ്റ്റർ യു വാണ്ട് ടു ഫൈൻഡ് ദി സെക്കൻഡ് വൺ, എന്താ ഇൻസൈഡ് ടെമ്പറേച്ചർ T2 കണ്ടുപിടിക്കാൻ പറഞ്ഞില്ല, അല്ലേ. T2 നമുക്ക് നേരത്തെ Q = QA = QB = QC എന്ന് പറഞ്ഞിട്ട് നമ്മൾ സാധാരണ ഇക്വേഷൻ എടുക്കുന്നത് വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം. നമുക്കറിയുന്ന ഇക്വേഷൻ ആണല്ലോ, അത് വെച്ചിട്ട് ചെയ്യാം ഈ ഇൻ്റർഫേസ് ടെമ്പറേച്ചർ കണ്ടുപിടിക്കാനുള്ളത്. പക്ഷെ നമുക്ക് T3 ഒന്നും അറിയില്ല, അല്ലേ. T1 = T2 = T3. അപ്പോൾ അതൊന്നും നമുക്ക് അറിയില്ലല്ലോ. Q = നമുക്ക് ആദ്യത്തെ ഇക്വേഷൻ മാത്രമേ അറിയുന്നുണ്ടാവുള്ളൂ, അത് ഉപയോഗിച്ചിട്ട് വേണം ചെയ്യാം. പക്ഷേ ഇവിടെ നമുക്ക് Qൻ്റെ വാല്യൂ കിട്ടിയപ്പോൾ നമുക്ക് വേറൊരു മെത്തേഡിൽ യൂണിവേഴ്സൽ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ് ഉപയോഗിച്ചിട്ട് തന്നെ കണ്ടുപിടിക്കണം, അല്ല വഴി എങ്ങനെയാണെന്ന് നോക്കാം. അങ്ങനെ എടുക്കുമ്പോൾ എങ്ങനെ എടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് രണ്ട് കേസ് T2 കാണേണ്ടത്, അതായത് ഒരു വാള്, ബ്രിക്കിൻ്റെ വാള്, പുറത്ത് കൺവെക്ഷൻ നടക്കുന്നു. ഇവിടെ കൺവെക്ഷൻ ഉണ്ട്, കോട്ട് ഫ്ലൂയിഡ് ഉണ്ട്, ഇവിടെ T1 ഉണ്ട്, T2 ഉണ്ട്. T2 ആണ് കണ്ടുപിടിക്കേണ്ടത്.
അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത സെയിം മെത്തേഡ് ക്വസ്റ്റ്യൻ തന്നെ ഇവിടെ രണ്ട് പ്രോബ്ലം, ഇവിടെ ഈ കൺവെക്ഷനും ഇവിടെ ഒരു മെറ്റീരിയൽ മാത്രമേ ഉള്ളൂ എന്ന് കണ്ടീഷൻ മാത്രം എടുത്തിട്ട് ഈ പ്രോബ്ലത്തിൽ യുവിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. അതായത് അതുവരെയുള്ള ഭാഗം മാത്രം, ഇതുവരെയുള്ള ഇവിടുന്ന് ഇത്ര വരെ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നുള്ളൂ എന്നുള്ള കേസ് മാത്രം എടുത്തിട്ട് അതിൽ യുവിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. നമ്മൾ ഇതേപോലെ സെയിം മെത്തേഡ് തന്നെ ചെയ്യാം. അതായത് അവിടെ യുവിൻ്റെ വാല്യൂ എന്തായിരിക്കും, യു ഈക്വൽ ടു അല്ലെങ്കിൽ 1/u ഈക്വൽ ടു എന്തായിരിക്കും, ആദ്യത്തെ കേസ് 1/hf പ്ലസ് 1 അല്ലെങ്കിൽ LA/KA. ബി ടേം വരുന്നുണ്ടോ, സെക്കൻഡ് മെറ്റീരിയൽ ഇല്ലല്ലോ, ബി ടേം ഇല്ല, ഇത്രയും. അപ്പോൾ ഇതാണ് യുവിൻ്റെ വാല്യൂ. അതായത് യു ഈക്വൽ ടു 1 ദിസ് ടേം കണ്ടുപിടിക്കുക യുവിൻ്റെ വാല്യൂ. അപ്പോൾ അതിൽ നമ്മൾ സെക്കൻഡ് കണ്ടീഷനിൽ ക്യൂ ഈക്വൽ ടു എന്നുള്ള ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാം. ക്യൂ ഈക്വൽ ടു യു എ, അതായത് ക്യൂവിൻ്റെ ടേം എല്ലാവരും ഈക്വൽ ആണല്ലോ. ക്യൂ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ ആദ്യത്തെ കേസിൽ പ്ലസ് സെക്കൻഡ് കേസിൽ പ്ലസ് ഈക്വൽ ടു എല്ലാം ഈക്വൽ ടു ആണല്ലോ. അപ്പോൾ ആ ഇക്വേഷൻ ഉപയോഗിക്കുന്നു. അപ്പോൾ ക്യൂ ഇപ്പം നമ്മൾ ഇത്രയും മാത്രം കണ്ടീഷൻ എടുത്തിട്ട് ക്യൂവിൻ്റെ വാല്യൂ ആണ് ക്യൂ ഈക്വൽ ടു യു എ ഡെൽറ്റ ടി. ഏരിയ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻ തന്നിട്ടാണ്, അത് മൊത്തത്തിൽ യൂണിഫോം ആണ്, ഏത് സ്ഥലത്ത് എടുത്താലും ഏരിയ സിമ്പിളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏരിയ തന്നെ ആ വാല്യൂവിന് എടുക്കാം നമുക്ക്. യുവിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. ഡെൽറ്റ ടി ആണെന്ത് ഇവിടെ നിന്ന് എടുത്തതല്ലേ, അപ്പോൾ T2 വരെയുള്ള ടെമ്പറേച്ചർ എടുക്കുന്നത്. അപ്പോൾ THF മൈനസ് T2, ക്യൂ ഈക്വൽ ടു യു ഇൻറ്റു ഏരിയ ഇൻറ്റു ഇത്. അപ്പോൾ യു നമുക്ക് കിട്ടി, ഏരിയ തന്നിട്ട് ക്വസ്റ്റ്യനിൽ THF T2. THF ഈസ് ഓൾറെഡി നോൺ, ക്യൂ വാല്യൂ ഇസ് ഓൾസോ നോൺ. ക്യൂ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇവിടുന്ന്. സോ വി ക്യാൻ റൈറ്റ് ക്യൂ വാല്യൂ ഹിയർ. അങ്ങനെ നമ്മൾ ആ ഇക്വേഷൻ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ അതിൽ നമുക്ക് അറിയാത്ത വാല്യൂ, ഓൺലി അൺനോൺ വാല്യൂ വിൽ ബി T2 മാത്രമായിരിക്കും അൺനോൺ വാല്യൂ. സോ വി ക്യാൻ ഗെറ്റ് ദ T2 വാല്യൂ, സോൾവ് ദ ഇക്വേഷൻ and we will get the T2 value. ഇതൊരു ഡിഫറെൻറ്റ് പ്രോബ്ലമാണ്, നമ്മൾ ഇതുവരെ ചെയ്യാത്ത പ്രോബ്ലമാണ് അല്ലേ. അതായത് യൂണിവേഴ്സൽ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻ്റ് ആയിട്ടുള്ള യു ഇവിടെ ഇൻക്ലൂഡ് ചെയ്യുന്ന പ്രോബ്ലമാണ് ഇത്. അപ്പോൾ യു കൂടി ഇൻക്ലൂഡ് ചെയ്താൽ എങ്ങനെയായിരിക്കും പ്രോബ്ലം ഉണ്ടാവുക എന്നുള്ളതാണ് ചെയ്തത്. അപ്പോൾ കൺവെക്ഷനുള്ള കേസിൽ നമ്മൾ അധികമായിട്ട് യു ഡിപ്പെൻഡ് ചെയ്ത് ഉപയോഗിക്കുന്നത്. ഓക്കെ, കൺവെക്ഷൻ പ്രോസസ് നടക്കുന്നതിനാണ് യുവിൻ്റെ ടേം വരുന്നത്, യൂണിവേഴ്സൽ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻ്റ്. അത് കണ്ടുപിടിക്കണമെങ്കിൽ ആ ഒരു ഇക്വേഷൻ എങ്ങനെയാണ് വരുന്നതെന്നൊക്കെയുള്ള ഇപ്പോൾ നമ്മൾ പറഞ്ഞു, റൈറ്റ്. സോ ദ സെയിം ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻ്റ് അപ്ലൈ ചെയ്യുന്ന കോമ്പോസിറ്റ് സിലിണ്ടറിൻ്റെ പ്രോബ്ലം നമ്മൾ ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. സോ ദിസ് എ സിമ്പിൾ ഡിഫറെൻറ്റ് പ്രോബ്ലം ദാറ്റ് വി നെവർ സ്റ്റഡീഡ് ഇൻ ദ സെഷൻ ഓഫ് ക്ലാസ്സിലും നമ്മൾ ചെയ്തിട്ടില്ലാത്ത പ്രോബ്ലമാണ്. ഇറ്റ് ഈസ് യൂണിവേഴ്സൽ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻ്റ് വരുമ്പോൾ ഉള്ള പ്രോബ്ലം. ഇവിടെ തന്നിരിക്കുന്നത് തന്നെ എന്താണ്, കാൽക്കുലേറ്റ് ദി ഓവറോൾ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻ്റ് എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ അതാണ് കാണേണ്ടത്. ഫോർ എ സ്റ്റീൽ പൈപ്പ് കവേർഡ് വിത്ത് എ ഫൈബർ ഗ്ലാസ് ഇൻസുലേഷൻ ദ ഫോളോയിങ് ഡാറ്റാസ് ആർ ഗിവൺ. ഫിഗർ വന്നിട്ടുണ്ടാവില്ല കേട്ടോ, ഫിഗർ ഇപ്പം വരച്ച് പഠിക്കേണ്ടതാണ്. ഓക്കെ, ഇൻസൈഡ് ഡയമീറ്റർ ഓഫ് പൈപ്പ് 2 സെൻറ്റിമീറ്റർ. അതായത് ഒരു സ്റ്റീൽ പൈപ്പിന് പുറത്തൊരു ഇൻസുലേഷൻ കൊടുത്തിരിക്കുന്നു. അപ്പോൾ സ്റ്റീൽ പൈപ്പാണ് ഇവിടെ ഇൻസൈഡ് കാണിച്ചിരിക്കുന്നത്, ഇവിടെ ഈ ഒരു വട്ടത്തെ കാണിച്ചത്. അതൊരു ഇൻസൈഡ് ടെമ്പറേച്ചർ, ഇൻസൈഡ് റേഡിയസ് ഉണ്ട്, ഔട്ട് സൈഡും ഉണ്ട്. ഓക്കെ, R1 ഉണ്ട്, ഔട്ട് സൈഡ് ആയിട്ടുള്ള R2 ഉണ്ട്, പുറത്തുള്ള ഏറ്റവും ഇൻസുലേഷൻ ആയിട്ട് R3 ഉണ്ട്. R3, R2, R1. സോ ഇൻസൈഡ് ഡയമീറ്റർ ഓഫ് പൈപ്പ് ഈ 2 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇൻസൈഡ് ഡയമീറ്റർ 2 സെൻറ്റിമീറ്റർ ഡയമീറ്റർ ആണ്. അപ്പോൾ ഇൻസൈഡ് റേഡിയസ് എന്തായിരിക്കും, 2/2 1 സെൻറ്റിമീറ്റർ ആയിരിക്കും ഇൻസൈഡ് റേഡിയസ്. തിക്നെസ് ഓഫ് പൈപ്പ്, ആ പൈപ്പിൻ്റെ സ്റ്റീൽ പൈപ്പിൻ്റെ തിക്നെസ്, അതായത് ഈ വാല്യൂ എത്രയാണ്, 2 സെൻറ്റിമീറ്റർ അല്ല 0.2 സെൻറ്റിമീറ്റർ അല്ലേ. തിക്നെസ് ഓഫ് ഇൻസുലേഷൻ ഇസ് ഗിവൺ ആസ് 2 സെൻറ്റിമീറ്റർ. അപ്പോൾ തിക്നെസ് ഓഫ് ഇൻസുലേഷൻ എന്ന് പറഞ്ഞാൽ ഇത് ഇൻസുലേഷൻ തിക്നെസ് 0.2 സെൻറ്റിമീറ്റർ 2 സെൻറ്റിമീറ്റർ. ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻ്റ് ഇൻസൈഡ് ഇസ് ഗിവൺ 10 watt per meter square Kelvin. Heat transfer coefficient outside is given. അപ്പോൾ ഇൻസൈഡ് H ഹോട്ട് ഫ്ലൂയിഡ് ഉണ്ട്, H കോൾഡ് ഫ്ലൂയിഡ് ഉണ്ട്. കണ്ടക്ഷൻ ഓഫ് ഇൻസുലേഷൻ്റെ K വാല്യൂ ഉണ്ട്. കണ്ടക്ഷൻ ഓഫ് സ്റ്റീൽ ഇൻസൈഡ് KA KB ഉണ്ട്, സ്റ്റീലിൻ്റെ KA അതുപോലെ KB ഉണ്ട്. ഇൻസൈഡ് ഫ്ലൂയിഡ് ടെമ്പറേച്ചർ T ഹോട്ട് ഫ്ലൂയിഡ് ഈസ് 200. ആംബിയന്റ് ടെമ്പറേച്ചർ ഇൻസൈഡ് CF 30°C. ഓൾസോ ഫൈൻഡ് ദി, ഒരു ക്വസ്റ്റ്യൻ കൊണ്ട് ഓൾസോ ഫൈൻഡ് ദി നെറ്റ് ഹീറ്റ് ലോസ് ഫ്രം ഫൈവ്. ക്യൂ വാല്യൂ കാണണം, യു വാല്യൂ കാണണം, റൈറ്റ്. അതാണ് ക്വസ്റ്റ്യൻ. അത് നിങ്ങൾ ഡാറ്റാസ് വെച്ചിട്ട് ഫിഗർ വരക്കുക, അങ്ങനെയാണ് ഫിഗർ വരുന്നത്, റൈറ്റ്. സോ ഡാറ്റ ഫൈൻഡ് ദി തന്നിരിക്കുന്ന വാല്യൂ നോക്കിയിട്ട് R1ൻ്റെ വാല്യൂ R1 R2 R3 കാണുക. R1 എന്താണ്, ഇൻസൈഡ് ഡയമീറ്റർ ഓഫ് പൈപ്പ് 2 സെൻറ്റിമീറ്റർ ആണ്, ഡിവൈഡ് ബൈ 2, റേഡിയസ് ഈസ് 1 സെൻറ്റിമീറ്റർ ഈക്വൽ ടു 0.01 സെൻറ്റിമീറ്റർ. R2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റേഡിയസ് പ്ലസ് തിക്നെസ് ഓഫ് ദി സ്റ്റീൽ പ്ലേറ്റ്, ആ ചെറിയ തിക്നെസ് 0.2 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത്, അത് ആഡ് ചെയ്യുക. അപ്പോൾ അത് ആഡ് ചെയ്യുമ്പോൾ 1.2 സെൻറ്റിമീറ്റർ ആവും. അപ്പോൾ 0.012 മീറ്റർ ആവും. R3 എന്ന് പറയുന്നത് അതുവരെ കണ്ടുപിടിച്ച R2 പ്ലസ് ആ ഇൻസുലേഷൻ്റെ തിക്നെസ്, അതുകൂടി കൂട്ടിക്കഴിഞ്ഞാൽ ടോട്ടൽ R3 വാല്യൂ കിട്ടും. ദാറ്റ് ഈസ് 3.2 സെൻറ്റിമീറ്റർ. R1 R2 R3 കിട്ടി. HHF വന്നിട്ടുണ്ട്, HCF വന്നിട്ടുണ്ട്, K വന്നിട്ടുണ്ട്. അപ്പോൾ ഗിവൺ ഡാറ്റ ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഗിവൺ ഡാറ്റ ആദ്യം എഴുതി വെക്കുക.
ഇതിലാണ് മാർക്ക്, റൈറ്റ്. സോ വി വാണ്ട് ടു ഫൈൻഡ് ദി ഓവറോൾ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓവറോൾ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻറ്റ്, ഓവറോൾ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻറ്റ് എന്താണ്? യു ആണ് അല്ലേ, യു ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓവറോൾ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻറ്റ് യു കണ്ടുപിടിക്കണം. ഓക്കെ, യു കണ്ടുപിടിക്കാൻ ഇക്വേഷൻ നമുക്കറിയാം. ദാറ്റ് ഈസ് എന്താണ്? 1 by adding the RTH value of every heat transfer part ആഡ് ചെയ്യണം, അതിൻ്റെ ഏരിയ ഒഴിവാക്കിയിട്ട്, റൈറ്റ്. പക്ഷേ ഇവിടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ഇവിടെ ബ്രാക്കറ്റ് പറയുന്നുണ്ട് കാൽക്കുലേറ്റ് ദി ഓവറോൾ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻറ്റ് ബേസ്ഡ് ഓൺ ഇൻസൈഡ് ഡയമീറ്റർ എന്ന് പറയുന്നുണ്ട്. ബേസ്ഡ് ഓൺ ഇൻസൈഡ് ഡയമീറ്റർ എന്ന് പറയുന്നുണ്ട് അല്ലേ. ഇൻസൈഡ് ഡയമീറ്ററിന് ബേസ് ചെയ്തിട്ടാണ് കണ്ടുപിടിക്കുക എന്നുള്ളത് പറയുന്നുണ്ട്, റൈറ്റ്. അങ്ങനെ പറഞ്ഞിരിക്കുന്നിടത്തോളം കാലം നമുക്ക് ഇതിൻ്റെ ഒരു ഏരിയ എന്ന് പറയുന്നത്, അതായത് ഈ ക്വസ്റ്റ്യൻ്റെ നമുക്ക് എടുത്തിരിക്കുന്ന യുവിൻ്റെ വാല്യൂ എടുക്കുമ്പോൾ നമ്മൾ റേഡിയസ് ആഡ് ഇരിക്കുന്നത് ടോട്ടൽ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. R1 ഇൻറ്റു ln R2 ബൈ R1 ഇൻറ്റു ബൈ KA, R1 ഇൻറ്റു R3 മൂന്ന് എല്ലാ കണ്ടീഷനും R1 ആണ് കോമൺ ചെയ്തിരിക്കുന്നത്. അതായത് എന്താണ്? ഇൻസൈഡ് റേഡിയസിൻ്റെ ബേസിലാണ് കണ്ടുപിടിക്കുന്നത് എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. യു ഓഫ് ഇൻസൈഡ് കണ്ടോ, UI എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓവറോൾ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻറ്റ് ബേസ്ഡ് ഓൺ ഇന്നർ ഡയമീറ്റർ, R1 ഇന്നർ ഡയമീറ്റർ, അത് വെച്ചിട്ടാണ്, അല്ല ഇന്നർ റേഡിയസ് ഏതെങ്കിലും എടുക്കാം, അത് വെച്ചിട്ടാണ് കണ്ടുപിടിക്കണം എന്ന് പറയുന്നുണ്ട്. സോ അതുകൊണ്ടാണ് R1 ആക്കി എടുക്കുന്നത് നമ്മൾ അവിടെ. 1 by H ഫസ്റ്റ് കൺവെക്ഷനാണ് ഇൻസൈഡ് നടക്കുന്നത്. കൺവെക്ഷൻ HHF പ്ലസ് R1 ഇൻറ്റു ln R2 ബൈ R1 ബൈ KA, R1 ഇൻറ്റു ln R2 ബൈ R1. അതായത് ഇത് സിലിണ്ടറിൻ്റെ കേസാണ്. സിലിണ്ടറിൻ്റെ കേസിൽ കണ്ടക്ഷൻ്റെ ഇക്വേഷൻ, ഓക്കെ, പ്ലസ് സെക്കൻഡ് പാർട്ട് പ്ലസ് തേർഡ് പാർട്ട്, അങ്ങനെ R1 ബൈ R3 1 by HCF. ആ ഇക്വേഷൻ ഇങ്ങനെ വന്നിരിക്കുന്നതൊക്കെ നിങ്ങൾക്ക് നിങ്ങൾ ആദ്യമായിട്ട് ക്ലാസ്സിലൊക്കെ ചെയ്ത പ്രോബ്ലമൊക്കെ വെച്ചിട്ട് കമ്പയർ നോക്കുക. സോ യു വിൽ ഗെറ്റ് ദ കണ്ടക്ഷനും കൺവെക്ഷൻ്റെ റേഡിയേഷൻ്റെ വാല്യൂ ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നത്. സോ ദാഫ്റ്റർ യു വിൽ ഗെറ്റ് എല്ലാ ഇക്വേഷനും നമുക്ക് അറിയാം. R1 അറിയാം, R2 അറിയാം, KA, KHF ഒക്കെ അറിയാം. സോ യു ക്യാൻ ഫൈൻഡ് ഡയറക്ട്ലി ദ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ് ഓഫ് UI, അതായത് ഇൻസൈഡ് ടെമ്പറേച്ചർ വിത്ത് റെസ്പെക്ട് ടു ഇൻസൈഡ് ടെമ്പറേച്ചർ ആണ് UI. ഇൻസൈഡ് ടെമ്പറേച്ചർ അല്ല, ഇൻസൈഡ് റേഡിയസ് ഓർ ഇൻസൈഡ് ഡയമീറ്റർ ആണ്. കണ്ടുപിടിച്ചു, യു അതിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു. ദാഫ്റ്റർ യു കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത കണ്ടുപിടിക്കേണ്ടത് Q വാല്യൂ ആണ്. Q വാല്യൂ, ഓക്കെ. Q വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Q ഈക്വൽ ടു UA ഡെൽറ്റ ടി അല്ലേ, UA ഡെൽറ്റ ടി. ഇവിടെ പറഞ്ഞിരിക്കുന്നു ഏരിയ വിത്ത് റെസ്പെക്ട് ടു ഇൻസൈഡ് ഡയമീറ്റർ ആണ്. ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ഇൻസൈഡ് ഡയമീറ്റർ വിത്ത് റെസ്പെക്ട് ടു ഇൻസൈഡ് ഡയമീറ്റർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ ഏരിയ 2πr1 ആണോ 2 ആണോ 3 ആണോ? ടോട്ടൽ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ് ഒക്കെ നമ്മൾ R3 എടുക്കും അല്ലേ, ഏറ്റവും വലിയ റേഡിയസ് അങ്ങ് എടുക്കും. പക്ഷേ ഇവിടെ വിത്ത് റെസ്പെക്ട് ടു ഇൻസൈഡ് ഡയമീറ്റർ എന്ന ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. സോ 2πr1 ആണ് എടുക്കേണ്ടത് ഏരിയ ഇൻറ്റു L. ലെങ്ത് തന്നിട്ടുണ്ടോ? ലെങ്ത് തന്നിട്ടില്ല അല്ലേ. ലെങ്ത് തരാത്തതുകൊണ്ട് ഒന്നിക്കിൽ ലെങ്ത് യൂണിറ്റ് എടുക്കാം, അല്ലെങ്കിൽ Q/L വിത്ത് വാട്ട് പെർ മീറ്റർ സ്ക്വയർ ആക്കി എടുക്കാം. ഓക്കെ, എല്ലാം ഒഴിവാക്കാം. യുവിൻ്റെ വാല്യൂ കിട്ടി. ഡെൽറ്റ ടി എന്താണ്? ഡെൽറ്റ ടി ഇൻസൈഡ് മൈനസ് ടി ഔട്ട് സൈഡ്, അല്ലെങ്കിൽ ടി കോൾഡ് ഫ്ലൂയിഡ് മൈനസ് ടി കോൾഡ് ഫ്ലൂയിഡ് തന്നിട്ടുണ്ട്. THF അറിയാം, TCF അറിയാം. അതുകൊണ്ട് Q വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. യുവിൻ്റെ വാല്യൂ കിട്ടും, Qൻ്റെ വാല്യൂ കിട്ടും, റൈറ്റ്. സിലിണ്ടറിൻ്റെ കേസിലും പ്ലെയിൻ ബോളിൻ്റെ കേസിലും മാറിപ്പോരുത് RTHൻ്റെ വാല്യൂ എടുക്കുന്ന കേസ്. സോ അതാണ് ഒരു ഡിഫറെൻ്റ് ആയി പ്രോബ്ലം ഇതിൽ വരുന്നത്. പുതിയ ടെക്സ്റ്റ് ബുക്കിലുള്ള പ്രോബ്ലമാണ് ഒക്കെ ഇതൊക്കെ. സോ ദാഫ്റ്റർ ക്രിട്ടിക്കൽ തിക്നെസ്സിൻ്റെ കേസിലും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം ഉണ്ട്. അതും കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യണം. അതുകൂടി കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം അഡീഷണൽ ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ഡിസ്കസ് ചെയ്യാം, റൈറ്റ്. സോ ഇവിടെ ക്രിട്ടിക്കൽ തിക്നെസ് ഓഫ് ഇൻസുലേഷനിൽ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം എന്താണ്, റൈറ്റ്. അതായത് എ യൂണിഫോം ഷീറ്റിംഗ് ഓഫ് പ്ലാസ്റ്റിക് ഇൻസുലേഷൻ K ഈക്വൽ ടു 0.18. എ യൂണിഫോം ഷീറ്റിംഗ് ഓഫ് പ്ലാസ്റ്റിക്, അതായത് പൊതിയുന്നു എന്നർത്ഥം. എ യൂണിഫോം ഷീറ്റിംഗ് ഓഫ് പ്ലാസ്റ്റിക് ഇൻസുലേഷൻ ഈസ് അപ്ലൈഡ് ടു ആൻ ഇലക്ട്രിക്കൽ കേബിൾ ഓഫ് 8 mm. ഓക്കെ, ഇലക്ട്രിക്കൽ കേബിൾ ആണ് നമുക്ക് ആദ്യം ഇൻസൈഡ് ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം സാധാരണ ക്വസ്റ്റ്യൻ പഠിക്കുന്നത് ഒരു സംഭവത്തിനെ കവർ ഇൻസുലേഷൻ രണ്ടാമതാണ് പറയുന്നത് അല്ലേ. ആദ്യം ഉള്ളിലുള്ള സാധനമാണ് പറയാറ്. പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇൻസുലേഷൻ ആണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്, പിന്നെയാണ് ഉള്ളിലുള്ള സാധനം പറഞ്ഞിരിക്കുന്നത്. സോ എ യൂണിഫോം ഷീറ്റിംഗ് ഓഫ് ഇലക്ട്രിക് ഇൻസുലേഷൻ K ഓഫ് 0.18, ഇൻസുലേഷൻ്റെ K ഈസ് അപ്ലൈഡ് ടു ആൻ ഇലക്ട്രിക്കൽ കേബിൾ ഓഫ് 8 mm ഡയമീറ്റർ. അപ്പോൾ ഇലക്ട്രിക്കൽ കേബിൾ ഡയമീറ്റർ ആണ് ഉള്ളിലുള്ളത് 8 mm. The convective film coefficient on the surface of the bare cable as well as insulated cable is estimated as 12.5 watt per meter Celsius. അതായത് ബെയർ കേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നഗ്നമായ കേബിൾ, അതായത് പുറത്തൊരു ഇൻസുലേഷൻ ഒന്നും ഇല്ലാത്ത സാധാരണ കേബിൾ. അതായത് ഇതാണ് സാധാരണ കേബിൾ എങ്കിൽ, കേബിൾ എന്ന് ഇൻസൈഡ് ആയിട്ടുള്ളതൊക്കെ സോൾഡ് ആയിരിക്കും അല്ലേ. ഇതാണ് സാധാരണ കേബിൾ, ഇത് ഇൻസുലേറ്റഡ് കേബിൾ. ഓക്കെ, ഇതിൻ്റെ പുറത്തേക്ക് ഇവിടുന്ന് എയറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന HFൻ്റെ വാല്യൂ, അതായത് ഹീറ്റ് കോഎഫിഷ്യൻ്റെ വാല്യൂ, ഈ ഇൻസുലേറ്റഡിൻ്റെ സർഫസിന് പുറത്തേക്ക് പോകുന്ന
സി എഫിൻ്റെ വെച്ച് കോൾഡ് ഫ്ലൂയിഡിൻ്റെ വാല്യൂ സെയിം ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദ കൺവെക്റ്റീവ് ഫീലിംഗ് കോഎഫിഷ്യന്റ് ഓൺ ദ സർഫസ് ഓഫ് വെയർ കേബിൾ ആസ് വെൽ ആസ് ഇൻസുലേറ്റഡ് കേബിൾ എസ്റ്റിമേറ്റഡ് ആസ് 12.5. രണ്ടും 12.5 ആണ്. അപ്പോൾ രണ്ട് കേസിൽ നമുക്ക് എന്തോ ചെയ്യാനുണ്ട് എന്നാണ് അർത്ഥം. And surface temperature is a surface temperature of 45 degrees Celsius was observed when the cable was directly exposed to ambient air 20. അപ്പോൾ ambient air temperature 20 ആണ്. അപ്പോൾ ഔട്ട്സൈഡ് ടെമ്പറേച്ചർ 20 ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 45 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ ഇൻസൈഡ് ടെമ്പറേച്ചർ ആണ്. ഹോട്ട് ഫ്ലൂയിഡ് ഇത് HHF ആണ്, ഇത് HCF ആണ്, സോറി THF ആണ്, TCF ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ മനസ്സിലായി. കണക്കിലാണ് ഷീറ്റ് ഓഫ് ഇൻസുലേഷൻ ഉണ്ട്, എനിക്ക് വാല്യൂ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കണ്ടിരിക്കുന്നത് തിക്നെസ് ഓഫ് ഇൻസുലേഷൻ ടു കീപ് ദ വയർ ആസ് കൂൾ ആസ് പോസിബിൾ. വയർ കൂളായിട്ട് നിൽക്കണം, ഹീറ്റ് ട്രാൻസ്ഫർ ഒക്കെ നടന്ന് കൂളായിട്ട് നിൽക്കണമെങ്കിൽ മിനിമം ട്രാൻസ്ഫർ ഓഫ്, അതായത് ഇൻസുലേഷൻ ഉപയോഗിക്കുന്നത് ചൂട് പുറത്ത് വിടാൻ മാത്രമല്ല, തണുപ്പും പുറത്തേക്ക് വിടരുത്. ഇൻസുലേഷൻ ഉപയോഗിക്കുന്നതൊന്നും പുറത്ത് വിടാൻ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കാണ്ട് കിടുകയാണ്. സോ ഇൻസുലേഷൻ ടു കീപ് ദ വയർ ആസ് കൂൾ ആസ് പോസിബിൾ, മിനിമം ടെമ്പറേച്ചർ അതായത് മീനിങ് ചെയ്യുന്നത്. അപ്പോൾ ടെമ്പറേച്ചർ ഏറ്റവും കുറച്ച് കൂളിംഗ് അവിടെ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള മിനിമം തിക്നെസ് ആണ് ഇൻസുലേഷൻ്റെ തിക്നെസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഈ വാല്യൂ ഇൻസുലേഷൻ്റെ തിക്നെസ് വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ദ തിക്നെസ് ഓഫ് ഇൻസുലേഷൻ ടു കീപ് ദ വയർ ആസ് കൂൾ ആസ് പോസിബിൾ. ഓക്കെ, അപ്പോൾ നമ്മൾ കേൾക്കുന്നത് അപ്പോൾ തിക്നെസ് ഓഫ് ഇൻസുലേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ അത് ക്രിട്ടിക്കൽ തിക്നെസ് ആണ്, അല്ലെങ്കിൽ ക്രിട്ടിക്കൽ തിക്നെസ് ആണ്, അല്ലെങ്കിൽ ക്രിട്ടിക്കൽ റേഡിയസ് ആണ് ചോദിച്ചിരിക്കുന്നതെന്ന് ഊഹിക്കരുത്. ക്രിട്ടിക്കൽ തിക്നെസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ക്രിട്ടിക്കൽ R2 = RC ആണ്. അതായത് ഇവിടുന്നേ ഉള്ള R2 = RC ഒക്കെയാണ് ക്രിട്ടിക്കൽ തിക്നെസ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ റേഡിയസ്. ഇതിൻ്റെ കേസ് ക്രിട്ടിക്കൽ റേഡിയസ് എന്ന് പറയുന്നത്. സോ ക്രിട്ടിക്കൽ തിക്നെസ് അല്ല ചോദിച്ചിരിക്കുന്നത്, ഇവിടെ ചോദിക്കുന്നത് തിക്നെസ് ഓഫ് ഇൻസുലേഷൻ, ആ ഇൻസുലേറ്റ് ചെയ്യുന്ന മെറ്റീരിയലിൻ്റെ തിക്നെസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതെല്ലാ ക്വസ്റ്റിലും അങ്ങനെ ആയിരിക്കും കേട്ടോ. ക്രിട്ടിക്കൽ തിക്നെസിൻ്റെ പ്രോബ്ലത്തിലൊക്കെ തിക്നെസ് ഓഫ് ഇൻസുലേഷൻ ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ നേരിട്ട് ക്രിട്ടിക്കൽ റേഡിയസിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചിട്ട് ഉത്തരം ഈക്വൽ ടു ആൻസർ എന്നൊക്കെ ഒഴിവാക്കരുത്. ഓക്കെ, അതല്ല ചോദിക്കുന്നത്. എന്താ ചോദിക്കുന്നത്? RC അല്ലെങ്കിൽ ടോട്ടൽ ക്രിട്ടിക്കൽ തിക്നെസ് ഓഫ് ഇൻസുലേഷൻ RC കണ്ടിട്ട് അതിനകത്ത് നിന്ന് ഏറ്റവും ചെറിയ R1 വാല്യൂ കുറച്ച് കിട്ടുന്ന ആ വാല്യൂ R2 - R1, അല്ലെങ്കിൽ ഇതിൽ കിട്ടുന്ന R2 = RC കിട്ടൂലേ, ആ വാല്യൂ ഒന്ന് ഇൻസൈഡ് റേഡിയസ് കുറച്ചാൽ കിട്ടുന്ന വാല്യൂ ആയിരിക്കും അടുത്തുള്ള ആ വാല്യൂ അല്ലേ. അപ്പോൾ R2 ഇങ്ങനെ കേസിൽ R2 ആദ്യം കണ്ടുപിടിക്കുക, RC ആദ്യം കണ്ടുപിടിക്കുക. അതായത് RC കണ്ടുപിടിക്കുക -R1 ചെയ്താൽ മതി. R2 - R1 അല്ല ചെയ്യേണ്ടത്, RC - R1 ആണ് ചെയ്യേണ്ടത്. എന്തുകൊണ്ട്? ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നു തിക്നെസ് ഓഫ് ഇൻസുലേഷൻ ടു കീപ് ദ വയർ ആസ് കൂൾ ആസ് പോസിബിൾ. കൂൾ ആസ് പോസിബിൾ ആയിട്ട് തണുപ്പ് സ്റ്റോർ ചെയ്യണമെങ്കിലുള്ള, അപ്പോൾ അങ്ങനെ ചോദിക്കണമെങ്കിൽ ക്രിട്ടിക്കൽ തിക്നെസ് കാണണം. അതായത് അവിടെ നിന്നാണ് ഹീറ്റ് ട്രാൻസ്ഫർ ഒക്കെ മാറുന്നത്, ആ പർട്ടിക്കുലർ റേഞ്ചിൽ നിന്ന് ക്രിട്ടിക്കൽ വാല്യൂ, ആ വാല്യൂ കാണണം. എന്നിട്ട് അതിനകത്ത് നിന്ന് R1 ഓർക്കണം. RC - R1 ആണ് തിക്നെസ് ഓഫ് ഇൻസുലേഷൻ. ഓക്കെ, ഫസ്റ്റ് കേസ് അതാണ്. സെക്കൻഡ് കേസ്, ദ സർഫസ് ടെമ്പറേച്ചർ ഓഫ് ഇൻസുലേറ്റഡ് കേബിൾ if intensity of a current flowing through the conductor remains unchanged. The surface temperature of insulated cable. അപ്പോൾ ഇൻസുലേറ്റഡ് കേബിൾ, അപ്പോൾ ഇൻസുലേറ്റ് ചെയ്യപ്പെട്ട ഈ കേബിൾ, ഫുൾ കേബിളിൻ്റെ സർഫസ് ടെമ്പറേച്ചർ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താ, ഇതാണ് T1, ഇവിടെയാണ് T1 വരുന്നത്, ഇവിടെയാണ് T2 വരുന്നത് അല്ലേ. അപ്പോൾ T2 ആണ് കാണേണ്ടത് സെക്കൻഡ് കേസിൽ. ക്വസ്റ്റ്യൻ ഈസ് ടു ഫൈൻഡ് T2 if the current flowing through the conductor remains unchanged. അതായത് ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന ഹീറ്റും, അതായത് ഈ പറഞ്ഞ ബെയർന്ന് പുറത്തേക്ക് പോകുന്ന ഹീറ്റിൻ്റെ Qൻ്റെ വാല്യൂ അല്ലെങ്കിൽ കറണ്ടിൻ്റെ വാല്യൂ ഇൻസുലേറ്റ് ചെയ്യപ്പെട്ടാലും പോകുന്ന കറണ്ടിൻ്റെ വാല്യൂ മാറുന്നില്ല എങ്കിൽ, അതായത് Q1 ഇവിടെ ഈ കേസിൽ ബെയറിൻ്റെ കേസിൽ ഈക്വൽ ടു ഇതിൻ്റെ കേസിൽ Q വാല്യൂ രണ്ടിലും മാറുന്നില്ല, കറണ്ട് അല്ലെങ്കിൽ കറണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന വാല്യൂ മാറുന്നില്ല എങ്കിൽ അതിൻ്റെ സർഫസ് ടെമ്പറേച്ചർ T2 എത്ര എന്നാണ് ചോദിക്കുക. അപ്പോൾ നമ്മൾ ബെയറിൻ്റെയും കാണേണ്ടി വരും, അതിനും കാണേണ്ടി വരും, ഇക്വേറ്റ് ചെയ്യേണ്ടി വരും, എന്നിട്ടായിരിക്കും T2 കാണേണ്ടി വരും മിക്കവാറും. ഓക്കെ, സോ ഫസ്റ്റ് ഗിവൺ വാല്യൂ എഴുതി വെക്കാം. ഡയമീറ്റർ ഓഫ് ദിസ് തന്നിരിക്കുന്നത് 8 mm ആണ്. സോ 8/2 4 mm ആണ്. റേഡിയസ് R1 0.004. R2 നമുക്ക് കണ്ടുപിടിക്കണമെന്നില്ല, നമുക്ക് നോക്കാം. Kൻ്റെ വില വന്നിട്ടുണ്ട്, H0 വാല്യൂ വന്നിട്ടുണ്ട്. H0 രണ്ട് കേസിലും, ഈ ബെയറിൻ്റെ കേസിലും സർഫസിനൊക്കെ സെയിം തന്നെയാണ് തന്നിട്ടുള്ളത്. തിക്നെസ് ഓഫ് ഇൻസുലേഷൻ, ഫസ്റ്റ് കാണേണ്ടത് തിക്നെസ് ഓഫ് ഇൻസുലേഷൻ തിക്നെസ്. അപ്പോൾ നമ്മൾ ആദ്യം RC കാണും. RC - R1 ആയിരിക്കും തിക്നെസ് ഓഫ് ഇൻസുലേഷൻ. In order to keep the wire as cool as possible, the required condition correspond for the critical radius of insulation. Critical radius of insulation കേസാണ് എടുത്തിരിക്കുന്നത്. ആ കേസിലാണ് ക്രിട്ടിക്കൽ റേഡിയസ് ഓഫ് ഇൻസുലേഷൻ്റെ കേസ് വരുമ്പോഴാണ് അതിൻ്റെ തിക്നെസ് ഏറ്റവും ഇതാവുന്നത്, വയർ കൂളാവുന്ന ഒരു തിക്നെസ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം RC കാണാം. RC കണ്ട ഇക്വേഷൻ നമുക്കറിയാം. ഫോർ സിലിണ്ടർ വി ഹാവ് RC = K/H0.
K is given, H0 is given. Insulation material. So we can find directly the RC value as 0.0144 or 14.4 mm. ഓക്കെ, അതിനകത്ത് നിന്ന് R1 കുറച്ചാൽ RC മൈനസ് R1 കുറച്ചാൽ കിട്ടുന്നതായിരിക്കും ആ തിക്നെസ്. അതായത് ഇതാണ് R1, ഇതാണ് RC കിട്ടിയത്, R2 ഈക്വൽ ടു RC കിട്ടിയത്. അപ്പോൾ ഇത് രണ്ടും കുറച്ച് ഞാൻ കിട്ടുന്നതായിരിക്കും, ഇതിൽ നിന്ന് ഇത് കുറച്ചാൽ കിട്ടുന്നതായിരിക്കും ഈ തിക്നെസ്. തിക്നെസ് ഓഫ് ഇൻസുലേഷൻ R2 മൈനസ് R1 ഓർ RC മൈനസ് R1. R2 ഈക്വൽ ടു RC ആണ് തന്നിട്ടുണ്ട്. 14.4 മൈനസ് 4 ഈക്വൽ ടു 10.4 mm. ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഉത്തരം കിട്ടി. സെക്കൻഡ് കേസ് എന്താണ്? ടു ഫൈൻഡ് സർഫസ് ടെമ്പറേച്ചർ ഓഫ് ഇൻസുലേറ്റർ കേബിൾ T2 ഇഫ് ദ കറണ്ട് ഫ്ലോയിങ് ഇൻ എ സിറ്റി ഈസ് അൺചേഞ്ച്. ഇവിടെ ബെയർ എന്നായാലും ഇൻസുലേറ്റർ ആയാലും അൺചേഞ്ച് ആയിട്ട് എടുക്കാം. അപ്പോൾ ഫോർ എ ബെയർ വയർ, ആദ്യം ബെയർ വയറിൻ്റെ കേസ് എടുക്കാം. ഫോർ എ ബെയർ വയർ ദ ഹീറ്റ് ഫ്ലോ പെർ മീറ്റർ ലെങ്ത് ഈസ് ഗിവൺ ബൈ Q/L. മീറ്റർ ലെങ്ത് എല്ലിനെ വരെ വന്നിട്ടില്ല, അതുകൊണ്ടാണ് L പെർ L എടുക്കുന്നത്. Q ഈക്വൽ ടു ബെയർ വയറൊന്നും പുറത്തേക്കുള്ളത്. അതായത് ഒരു ബെയർ വയർ എടുക്കാം, ഞാൻ ഫിഗർ വായിച്ച് കാണിച്ചു തരാം. ഇതാണ് ഒരു ബെയർ വയർ, ഇൻസുലേഷൻ ഒന്നുമില്ല. ഇവിടുന്ന് പുറത്തേക്കുള്ളത് കൺവെക്ഷൻ ആയിരിക്കില്ലേ, കൺവെക്ഷൻ ഹീറ്റ് ട്രാൻസ്ഫർ ബൈ കൺവെക്ഷൻ ആയിരിക്കും അല്ലേ, പുറത്ത് എയറിലേക്കുള്ളത്. അപ്പോൾ കൺവെക്ഷൻ എയർ Q ഈക്വൽ ടു HA ഇൻറ്റു ഡെൽറ്റ T അല്ലെങ്കിൽ T2 മൈനസ് T1 ആണ് പഠിച്ചത് അല്ലേ. HA ഇൻറ്റു T2 മൈനസ് T1 യൂണിവേഴ്സൽ. ഇപ്പോൾ ഇതിൽ സാധാരണ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻ്റ് ആണ്. യൂണിവേഴ്സൽ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻ്റ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, H മാറ്റി U ആക്കുന്നു. രണ്ട് പ്രോബ്ലം ഇപ്പോൾ തൊട്ട് മുമ്പ് ചെയ്തില്ലേ, H മാറ്റി U ആക്കുന്നത് യൂണിവേഴ്സൽ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻ്റ്. എല്ലാ ഒരുപാട് കോംപ്ലക്സ് എലിമെൻറ്റ് വരുമ്പോൾ അതിൻ്റെ എല്ലാതിൻ്റെയും ആഡ് ചെയ്യുമ്പോഴാണ് യൂണിവേഴ്സൽ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻ്റ് കിട്ടുന്നത്. ഇവിടെ ഒറ്റ സംഭവമേ ഉള്ളൂ, ഇവിടുന്ന് പുറത്തേക്ക് എടുക്കണം. അപ്പോൾ H ഇൻറ്റു A ഇൻറ്റു T2 മൈനസ് T1 ആണ് നമുക്കറിയാം. T2 മൈനസ് T1 അല്ല, THF മൈനസ് T കോൾഡ് ഫ്ലൂയിഡ്, THF മൈനസ് T കോൾഡ് ഫ്ലൂയിഡ് പറയാം അല്ലേ. അല്ലെങ്കിൽ T1 മൈനസ് HA ഇൻറ്റു, ഇപ്പോൾ ഇവിടെയുള്ള T1 ആയിരിക്കില്ലേ, ഞാൻ പറഞ്ഞില്ലേ ഇവിടെയുള്ള T1 അല്ലേ. ഈ വേറെ മാത്രം T1 ടു T എയർ, പുറത്തേക്കുള്ള എയറിലേക്ക്. അപ്പോൾ T1 ടു T എയർ ആണ്. അപ്പോൾ T1 ടു T എയർ അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. H0 ഇൻറ്റു A ഇൻറ്റു ഡെൽറ്റ T. Q1 ഈക്വൽ ടു ഫസ്റ്റ് ബെയറിൻ്റെ കേസ് Q1 ഈക്വൽ ടു H0 ഇൻറ്റു A ഇൻറ്റു ഡെൽറ്റ T. H0 ഈസ് ഗിവൺ 12.5. രണ്ട് കേസിലും സെയിം ആണ് തന്നു അല്ലേ. ബെയറിൻ്റെ കേസിലും പുറത്ത് ഇൻസുലേഷൻ്റെ കേസിലും H0 വാല്യൂ സെയിം ആണ്, 12.5 തന്നിരിക്കുന്നു. A ഈക്വൽ ടു 2πRL ആണ്, നമുക്കറിയാം 2πRL. ഇവിടെ R എന്താണ്, R1 അല്ലേ. ഈ കേസിൽ വേറെ മാത്രം R1 ആണ് അല്ലേ. അപ്പോൾ 2π ഇൻറ്റു R1 ഇൻറ്റു L വന്നിട്ടില്ല, അവിടെ യൂണിറ്റ് ആക്കി എടുക്കുകയാണ്. ഈക്വൽ ടു 1 ഇൻറ്റു T1 മൈനസ് T എയർ അല്ലേ. T1 മൈനസ് T എയർ, T1 ഈക്വൽ 45, T എയർ ഈക്വൽ 20. അപ്പോൾ ഉത്തരം ഫസ്റ്റ് ബെയറിൻ്റെ കേസിൽ കിട്ടിക്കുന്നത് 7.85 ആണ്. റൈറ്റ്, 7.85 വാട്ട് പെർ മീറ്റർ. അടുത്ത കേസിലോ, ഇൻ ദ കേസ് ഓഫ് ഷീറ്റഡ് ഇൻസുലേറ്റഡ് കേബിൾ. അപ്പോൾ സെക്കൻഡ് കേസ് എന്ന് പറഞ്ഞാൽ ഇൻസുലേഷൻ്റെ പുറത്ത് അല്ല, ഈ വെയറിൻ്റെ പുറത്ത് ഇൻസുലേഷനും കൂടി അപ്ലൈ ചെയ്യുന്നു. അതിൽ നിന്ന് പുറത്ത് എയറിലേക്കുള്ള ഹീറ്റ്, ഇതിൽ നിന്ന് പുറത്ത് എയറിലേക്ക് പോകുന്ന ഹീറ്റ് അതാണ് കാണുന്നത്. അല്ലാണ്ട് ഇതിന്ന് ഇതാകത്തില്ല, ഇവിടുന്ന് പുറത്തേക്ക് പോകുന്ന ഹീറ്റ്. ഈ ഒരു ടോട്ടൽ മെറ്റീരിയലാണ്. അതായത് രണ്ട് ഗ്യാപ്പൊന്നും ഇല്ലല്ലോ. ഒരു വാളിൻ്റെ നമ്മൾ ഇൻസുലേഷൻ കേബിൾ, നമ്മുടെ കയ്യിലുള്ള വയറുണ്ട്, വയറിൻ്റെ കൂടെ ഇൻസുലേഷൻ കേബിൾ ഒട്ടിച്ച് എങ്ങനെ ഉണ്ടാവും അതേപോലെ തന്നെ ഇൻസുലേഷൻ ഒട്ടിച്ച് കഴിഞ്ഞാൽ പുറത്തേക്ക് അവിടെ നിന്ന് പുറത്തേക്ക് ട്രാൻസ്ഫർ ചെയ്ത ഹീറ്റ്. അതായത് Q2 ഈക്വൽ ടു, അത് നമുക്ക് ഇക്വേഷനൊക്കെ ഉപയോഗിക്കാം. കാരണം ഇവിടെ കണ്ടക്ഷൻ നടക്കുന്നുണ്ടാവും. ഈ ഒരു രണ്ട് മെറ്റീരിയൽ തമ്മിൽ ജോയിൻ്റ് ഉണ്ട്, അപ്പോൾ അവിടെ കണ്ടക്ഷൻ നടക്കും ഇവിടുന്ന് പുറത്തേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ. അപ്പോൾ ടോട്ടൽ ഇവിടുന്ന് പുറത്തേക്ക് പോകുന്ന ഹീറ്റ് എടുക്കുമ്പോൾ ഡെൽറ്റ T എന്താണ് എടുക്കുക, ഡെൽറ്റ T T1 മൈനസ് T A ആണോ എടുക്കുക, അല്ലല്ലോ. ഇതിനെ പുറത്തുനിന്ന് പുറത്തേക്ക് പോകുന്ന ഹീറ്റ് മാത്രമേ നമുക്ക് എടുക്കുന്നുള്ളൂ. അപ്പോൾ ഇവിടെ T2 ആണ് പുറത്തുള്ളത് അല്ലേ, T2 ആണ് പുറത്തുള്ളത്. ഫിഗർ നോക്കുക, T2 ആയിരിക്കും പുറത്തുള്ളത്. അപ്പോൾ T2 നിന്ന് എയറിലേക്കുള്ള എയർ, അപ്പോൾ T2 ടു T എയർ, T2 ടു T എയർ ആണ് എടുക്കുന്നത്. അപ്പോൾ T2 ഈസ് അൺനോൺ വാല്യൂ. ഓക്കെ, T2 ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ Q2 ഈക്വൽ ടു, നമ്മൾ ഇക്വേഷൻ അറിയാം, 4 സിലിണ്ടറിൻ്റെ കേസിൽ നമ്മൾ ഇങ്ങനെ എടുക്കാം അല്ലേ, 1/H0 ഇൻറ്റു R2. അതായത് സെക്കൻഡ് പുറത്ത് നേരത്തേക്ക് പോകുന്ന കൺവെക്ഷൻ, ഇവിടുന്ന് പുറത്തേക്ക് പോകുന്ന കൺവെക്ഷൻ ആണ്. അതിൻ്റെ R വാല്യൂ 1/H0 ഇൻറ്റു R2 പ്ലസ് കണ്ടക്ഷൻ, അകത്തുനിന്നുള്ള കണ്ടക്ഷൻ ലോഗ് R2 R1/K. നമുക്കറിയാവുന്ന പഠിച്ച ഇക്വേഷനാണ്, ഡാറ്റ ബുക്കിലൊക്കെയുള്ള ഇക്വേഷൻ. 2πL മുകളിലെടുത്തു, അത് തന്നെയാണ്. ടെമ്പറേച്ചർ ഡെൽറ്റ T എന്നാണ് എടുക്കുന്ന T2 മൈനസ് T20. മുകളിൽ നമ്മൾ Q ഈക്വൽ ടു H0 ഇൻറ്റു A ഡെൽറ്റ T എടുത്ത് അവിടെ കൺവെക്ഷൻ മാത്രമേ നടക്കുന്നുള്ളൂ ഹീറ്റ് ട്രാൻസ്ഫറിന് വേണ്ടി എന്നുള്ളതുകൊണ്ടാണ്. ഇവിടെ അങ്ങനെയാണ്, പുറത്തുനിന്ന് എയറിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ എന്തുണ്ട്, ഉള്ളിൽ റേഡിയസ് തിക്നെസ് ഓഫ് നമ്മളെ RTH വാല്യൂ, തെർമൽ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ രണ്ടെണ്ണം ഉണ്ടാവും, കണ്ടക്ഷനും കൺവെക്ഷനും ആഡ് ചെയ്യുന്നുണ്ട്. അതാണ് അവർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന നമുക്ക് ഇങ്ങനെ കിട്ടും. കാരണം T2 is unknown value, so we will get the equation in terms of T2.
T2 ടേംസിലേക്ക് നമുക്ക് ഇക്വേഷൻ കിട്ടുക. ഇവിടെ കിട്ടിയിരിക്കുന്നത് 0.495 ഇൻറ്റു T2 പ്ലസ് T0. അപ്പോൾ ക്വസ്റ്റിന് പറഞ്ഞു രണ്ട് Q1 ബെയറിൻ്റെ കേസിൽ Q1 കിട്ടി, ഇൻസുലേഷൻ്റെ കേസിൽ Q2 കിട്ടി. ക്വസ്റ്റിന് പറഞ്ഞിരിക്കുന്നു to find the surface temperature of insulator wire if the intensity of current flowing through the conductor remains unchanged. രണ്ട് കേസിലായാലും കറണ്ട് സെയിം ആയിരിക്കും, കറണ്ട് ട്രാൻസ്ഫർ Q വാല്യൂ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന വാല്യൂ സെയിം ആയിരിക്കും എന്ന് പറയുന്നു. അപ്പോൾ Q1 = Q2 ഇക്വേറ്റ് ചെയ്യാം. രണ്ട് കേസായാലും ഹീറ്റ് ട്രാൻസ്ഫർ ഒരു കറണ്ട് ട്രാൻസ്ഫർ സെയിം ആണ്. അപ്പോൾ Q1 = Q2, റൈറ്റ്. അപ്പോൾ Q1 എന്ത് കിട്ടി? 7.85. അപ്പോൾ 7.85 = Q2 എന്താണ്? 0.495 ഇൻറ്റു T2 മൈനസ് 20, റൈറ്റ്. അപ്പോൾ ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് T2 ഇസ് ഓൺലി അൺനോൺ വാല്യൂ is T2. ഇവിടെ ഞാൻ സോൾവ് ചെയ്തിരിക്കുന്നു. T2 അൺനോൺ വാല്യൂ ആണ്. T2 is find out as 35.86. സോ ദിസ് ഇസ് ദ മെത്തേഡ്. ഇതാണ് ഒരു മെത്തേഡ്. ഒരു ഡിഫറെൻ്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള പ്രോബ്ലം ഇൻ ദ കേസ് ഓഫ് ക്രിട്ടിക്കൽ തിക്നെസ് ഓഫ് ഇൻസുലേഷൻ അല്ലെങ്കിൽ ക്രിട്ടിക്കൽ റേഡിയസ് ഓഫ് ഇൻസുലേഷൻ എന്ന ചോദ്യത്തിൽ വരാൻ സാധ്യതയുള്ള ചോദ്യമാണിത്, റൈറ്റ്. ഇതിങ്ങനെയും ചോദിക്കുമെന്നല്ല, ചോദിക്കാനുള്ള കേസ് ഉണ്ട്. അവിടെ ക്വസ്റ്റ്യൻ ആദ്യം ശരിക്കും വായിച്ചു നോക്കുക. തിക്നെസ് ഓഫ് ഇൻസുലേഷൻ എന്ന് ചോദിച്ചിരിക്കുമ്പോൾ നമ്മൾ RCO ഒന്നുമല്ല കാണേണ്ടത്, ആ തിക്നെസ് ഓഫ് ഫ്ലൂയിഡ് കാണണം. അപ്പോൾ ഇതുപോലെ കേസിൽ ഇപ്പോൾ കൂളിംഗ് മാക്സിമം ആകുമ്പോൾ മിനിമം ആവുന്നൊക്കെ പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ആ ക്രിട്ടിക്കൽ തിക്നെസിൻ്റെ വാല്യൂ ആണ്. അത് സ്പിയറിൻ്റെ പ്രോബ്ലം ആണെങ്കിൽ 2K/H0 ആണ്, ഇവിടെ K/H0 ആണ് സിലിണ്ടറിൻ്റെ കേസിൽ. RCൻ്റെ വാല്യൂ കാണുക, എൻ്റെ RC മൈനസ് R1 ചെയ്താലായിരിക്കും ഇൻസുലേഷൻ തിക്നെസ് കിട്ടുക, റൈറ്റ്. എനിക്ക് എന്തായാലും ഒരു നടുക്കുള്ള ടെമ്പറേച്ചർ T2 കാണേണ്ട ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഇൻ്റർമീഡിയറ്റ് ടെമ്പറേച്ചറൊക്കെ. അതിൻ്റെ കേസിൽ നമ്മൾ ഇതുപോലെ ചെയ്യുന്നു. R2 RC ഒക്കെ കൊടുത്തിട്ട് ചെയ്യുന്ന രണ്ട് പ്രോബ്ലം നമ്മൾ ക്ലാസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ PPT ഞാൻ അയച്ചു തന്നിട്ടുണ്ട് ഇൻവേഴ്സിൽ. സോ ആ ഒരു പെർട്ടിക്കുലർ ഇൻസൈഡ് ടെമ്പറേച്ചർ കാണുന്ന വാല്യൂ അവിടെ R2ൻ്റെ കേസിൽ RCൻ്റെ വാല്യൂ കൊടുത്തിട്ട് നമ്മൾ ചെയ്യുന്നതൊക്കെ പഠിച്ചിട്ടുണ്ട്. സോ ഇത് ഒരു ഡിഫറെൻറ്റ് പ്രോബ്ലം ആണ്. So in this session we have completed different types of problem in the case of plain and composite wall and cylinder in the case of this for this session. ഇത്രേ എടുക്കാനുള്ളൂ. ദാറ്റ് ഈസ് സാധാരണ ചോദിക്കുന്നല്ലാതെ നമുക്ക് ഈ മോഡ്യൂളിൽ ഈ ഒരു മെത്തേഡിലും പ്രോബ്ലം വരാം. സോ വി വാണ്ട് ഫെമിലിയർ വിത്ത് ദ അതർ മെത്തേഡ് ഓഫ് problem. So that is why I have taken this session to do different types of problem for the first module, right? So thank you.